നമസ്കാരം. പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയതോടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും പല സേവനങ്ങളുടെയും ഫീസിലും ചില ഇനങ്ങളുടെ വിലയിലും മാറ്റം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ബജറ്റിലെ ഭൂരിഭാഗം നിർദ്ദേശങ്ങളും ഇന്നു മുതൽ നടപ്പാക്കി തുടങ്ങും. പാരസെറ്റമോൾ, അസിത്രോമൈസിൻ അടക്കമുള്ള ആവശ്യ മരുന്നുകളുടെ വില ഇന്നു മുതൽ വർദ്ധിക്കും. ഏപ്രിൽ 1 മുതൽ വിലയിൽ 12% വർധനവാണ് മരുന്ന് വിലയിൽ ഉണ്ടാകുക. എക്കാലത്തെയും വലിയ വില വർധനവാണ് ഇത്. മാർച്ച് 27 അറിയിപ്പ് പ്രകാരം മൊത്തവില സൂചിക അടിസ്ഥാനമാക്കി മരുന്ന് നിർമ്മാതാക്കൾക്ക് MRP വർദ്ധിപ്പിക്കാം. ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങേണ്ട ആവശ്യമില്ല. ആവശ്യ മരുന്നുകൾ 1000-ലധികം ഫോർമുലേഷനുകളിലും 384 മരുന്നുകളിലും വില വർധനവ് പ്രകടനമാവും. 2023 ജനുവരി മുതൽ ഈ വർഷം 12.12% മൊത്തവില സൂചികയിൽ ഗണ്യമായ വർധനവ് ഉണ്ടായതാണ് ഈ വർധനവിന് പ്രാഥമികമായ കാരണം. മരുന്ന് വിലയിലെ ഈ കുതിച്ചുചാട്ടം ജനങ്ങളുടെ ബജറ്റിൽ കാര്യമായ സ്വാധീനം ചെലുത്തും എന്ന് ഉറപ്പാണ്. അതേസമയം സംസ്ഥാനത്തെ വിവിധ സേവനങ്ങൾക്കും വില കൂടും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പെട്രോളിനും ഡീസലിനും തുടങ്ങി മദ്യത്തിന് വരെ വിലക്കയറ്റമായിരുന്നു. എന്നാൽ ഇത്തവണ അത്രയും ഭാരം സാധാരണക്കാരന് ഉണ്ടാകില്ല. KSEBയുടെ ഡ്യൂട്ടി യൂണിറ്റ് വർദ്ധിക്കുമെങ്കിലും വൈദ്യുതി നിരക്കിൽ ബാധിക്കില്ല. പുതിയ സാമ്പത്തിക വർഷത്തിൽ വില കൂടുന്നവ ഇവയൊക്കെയാണ്. കോടതി വ്യവഹാരങ്ങൾക്ക് ചെലവേറും. ചെക്ക് കേസിനുള്ള വ്യവഹാര തുക കൂടും. കുടുംബ കോടതികളിലെ ഫീസ് നിരക്കിലും വർധനവുണ്ടാകും. KSEBയുടെ ഡ്യൂട്ടി യൂണിറ്റിന് 6 നിന്ന് 10 പൈസയായി ഉയരും. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ഗാലനേജ് ഫീസ് 10 രൂപയായി ഉയരും. ഭൂമി പണയം വെച്ച് വായ്പ എടുക്കുന്നതിനും കെട്ടിട പാട്ട കരാറുകളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും വർദ്ധിക്കും. റബ്ബറിന്റെ താങ്ങുവില 178 നിന്ന് 180 ഉയരും. വില കൂടുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വേദന സംഹാരികൾ: ഡിക്ലോഫൈനാക്, ഇബുപ്രോഫൈൻ, ഫൈനാമിക് ആസിഡ്, പാരസെറ്റമോൾ, മോർഫിൻ. ഹൃദയ സംബന്ധമായ മരുന്നുകൾക്ക് ഡിലിറ്റാസൈൻ, മെറ്റോപ്രോളോൾ, ഡിഗോക്സിൻ, വൈരാപ്രാമിൽ, ആംലോഡിപൈൻ, റാമിപ്രിൽ, ടെൽമിസാർട്ടൻ മുതലായവയ്ക്കും വില കൂടും. കോവിഡ് മാനേജ്മെന്റ് മരുന്നുകൾ, ഡെർമറ്റോളജിക്കൽ മരുന്നുകൾ, പ്ലാസ്മയ്ക്ക് പകരമുള്ളവ, ആന്റിവൈറൽ മരുന്നുകളായ അസൈക്ലോവർ, വാൽഗസിക്ലോവർ മുതലായവ, ഹാലോതെയ്ൻ, ഐസോഫ്ലൂറൈൻ, കെറ്റാമൈൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ജനറൽ അനസ്തെറ്റിക്സും ഓക്സിജൻ മരുന്നുകൾ എന്നിവയ്ക്കും വില കൂടും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.